നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ എന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെ ജോയിന്റ് കൌൺസിൽ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്നും ആക്ഷേപം. കൂലി കുടിശ്ശികയും വേതന വർധനവും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ. തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട് ഇപ്പോഴും അനിശ്ചിതത്വത്തിലെന്ന് പാറമേക്കാവ് ദേവസ്വം. കേന്ദ്ര സർക്കാർ ഒക്ടോബറിൽ പുറത്തിറക്കിയ ഭേദഗതി പ്രകാരം പൂരം വെടിക്കെട്ട് നടത്താൻ കഴിയില്ലെന്ന് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാണെന്ന് പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോയാണ് ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത്. 2024 ഒക്ടോബർ മാസത്തിലാണ് വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പെസോ നിയമ ഭേദഗതി നടത്തിയത്. ഫയർലൈനിലേക്ക് മാഗസിനിൽ നിന്ന് 200 മീറ്റർ അകലം എന്ന ഭേദഗതിയാണ് തൃശൂർ പൂരം വെടിക്കെട്ടിന് പ്രതിസന്ധിയായിരിക്കുന്നത്. നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയുമൊത്ത് ഇരു ദേവസ്വങ്ങളും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് നിവേദനം സമർപ്പിച്ചെങ്കിലും ഇതുവരെയും തീരുമാനമായില്ല. പൂരം കൊടിയേറ്റത്തിന് 32 ദിവസം മാത്രം അവശേഷിക്കെ കേന്ദ്രം നിലപാട് വൈകിക്കുന്നത് ആശങ്കാജനകമാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നുവെന്നും പൂരം അവലോകന യോഗങ്ങൾ തൃപ്തികരമാണെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ ഒക്ടോബറിൽ പുറത്തിറക്കിയ അമെൻമെന്റ് നോക്കുകയാണെങ്കിൽ മാഗസിനിൽ നിന്നും 200 മീറ്ററാണ് ഫയർ ലൈനിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ല. അതിൽ ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരു ദേവസ്വങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എംപിയും മന്ത്രിയും നമ്മുടെ തൃശ്ശൂരിലെ അദ്ദേഹത്തിനൊപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു, റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ഇനി ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയേറ്റത്തിനാണ്. അത് 30-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 28ആയി. ഒരു മാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ. പാലക്കാട് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയചന്ദ്രൻ കല്ലിങ്കൽ. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്ന് ജയചന്ദ്രൻ കല്ലിങ്കൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ആശ്രിത നിയമന ഭേദഗതിയും ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നതല്ലെന്നും ജോയിന്റ് കൌൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ നിരന്തരം അവഗണിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിലും എന്തിനും ഏതിനും കേന്ദ്രത്തെ പഴിചാരുന്ന രീതി സമൂഹത്തിലും ജീവനക്കാർക്കിടയിലും സംശയത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട്. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതും ഇടതു സർക്കാരിന് യോജിച്ചതല്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പഠന റിപ്പോർട്ട് കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പായില്ലെന്ന് മാത്രമല്ല, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേര് പറഞ്ഞ് പലതും തടഞ്ഞുവെച്ചു.
ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്നും ജയചന്ദ്രൻ കല്ലിങ്ങൽ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് എം അംജദ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ, PK സന്തോഷ്, K മുകുന്ദൻ, MC ഗംഗാധരൻ, B പ്രീത, P കണ്ണൻ, K മനോജ് കുമാർ, P വിജയകുമാർ, CA ഈജു, K സതീഷ് മോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിനു ശേഷം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന തൊഴിലാളി ധർണ CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കൂലി കുടിശ്ശികയും വേതന വർധനവും തൊഴിൽ ദിനങ്ങളുടെ വർധനവും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തിന്റെയും ജീവിത ധനസൂചികയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ റേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിൽ 700 രൂപയെങ്കിലും. K പുഷ്പലത അധ്യക്ഷത വഹിച്ചു. VC ദേവദാസ്, AM നാരായണൻ, സുനിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി K വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് NREG വർക്കേഴ്സ് യൂണിയൻ പറളി പഞ്ചായത്ത് കമ്മിറ്റി പറളി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K വിജയൻ ഉദ്ഘാടനം ചെയ്തു. രൂപ വേതനം നൽകുക എന്നുള്ള ലക്ഷ്യവുമാണ്. ആ വേതനം വർദ്ധിപ്പിച്ച് ഇന്ന് അന്ന് കേരളത്തിൽ 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സഖാവ് VS ആണ് ഭരിച്ചിരുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 100 രൂപ നൽകുമ്പോൾ അന്ന് കേരളത്തിൽ 125 രൂപയാണ് ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങൾ. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ചു. പറളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മോഹനൻ, വിജയൻ പാന്തമ്പാടം, അപ്പുകുട്ടൻ, രമേഷ്, പ്രേമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് സമൂഹത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. വാടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-2025 SPC ബാച്ചിലെ 48 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയത്. 3 വർഷം പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നു. മുഹമ്മദ് മൂസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. SPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. ഉത്തരവാദിത്ത ബോധത്തോടെ സമൂഹത്തിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേഡറ്റുകൾക്ക് കഴിയണമെന്നും MLA കൂട്ടിച്ചേർത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. അതിനുശേഷം 2010 കേരളത്തിലാകെ ഇത് നടപ്പിലാക്കി. വിദ്യാർത്ഥികളിൽ അച്ചടക്കമുണ്ടാക്കാനും നിയമം പാലിക്കുന്നവരായിട്ടുള്ള ഒരു തലമുറയെ വളർത്താനും ഉത്തരവാദിത്ത ബോധവും സാമൂഹ്യ ബോധവുമുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആരംഭിച്ചത്. കേരളം തുടക്കം കുറിച്ചു എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്താകെ മാതൃകയായിക്കൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ കേഡറ്റുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ V രവികുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജലജ ശശികുമാർ, ഹെഡ് മിസ്ട്രസ് ഗീത, പ്രിൻസിപ്പാൾ ബീന, ഷഫീഖ്, ബാലൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട്ട് പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രതിമ സ്ഥാപിക്കും.
മലയാള പിന്നണി ഗായകരുടെ കൂട്ടായ്മയായ സമത്തിന്റെ നേതൃത്വത്തിൽ രാപ്പാടിയിലാണ് പ്രതിമ സ്ഥാപിക്കുക. പ്രതിമ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു. മലയാളവുമായി ഇഴയടുപ്പമുള്ള തെന്നിന്ത്യൻ ഗായകൻ SP ബാലസുബ്രഹ്മണ്യം മരിക്കാത്ത ഓർമ്മയാണ് സംഗീത ലോകത്തിന് നൽകിയത്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 19 ഭാഷകളിൽ പാടിയ SPB ഒരേ സമയം അറിവും ആശ്ചര്യവുമാണെന്ന് ജില്ലാ കളക്ടർ അനുസ്മരിച്ചു. രാജ്യത്ത് ആദ്യമായാണ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ 10 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത്. ഉണ്ണി കാനായിയാണ് പ്രതിമ നിർമ്മിച്ചത്. സംഗീതവുമായി ഏറെ അടുപ്പമുള്ള പാലക്കാടിൻ്റെ ഹൃദയഭാഗമായ രാപ്പാടിയിലെ SPB പ്രതിമ കലാസാംസ്കാരിക സംഗീത പ്രതിഭകൾക്ക് വഴികാട്ടിയും പ്രചോദനവുമാകും. ഗായകരായ വിജയ് യേശുദാസ്, സുദീപ് കുമാർ, അഫ്സൽ, അനൂപ് ശങ്കർ, സിന്ധു പ്രേംകുമാർ, ദേവാനന്ദൻ, KK നിഷാദ്, രവിശങ്കർ, മഞ്ജു മേനോൻ, സ്വരലയ സെക്രട്ടറി TR അജയൻ, ഡോക്ടർ സിൽബർട്ട് ജോസ്, അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അടിസ്ഥാന പ്രവൃത്തികളുടെ നിർമ്മാണവും ഒരുക്കലും കഴിയുന്നതോടെ SPBയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് ചെറുതുരുത്തി ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. കഴിഞ്ഞ ദിവസം 27-ാം രാവായിരുന്നതിനാൽ രാത്രിയിലും പ്രാർത്ഥനയ്ക്കായി നിരവധി പേരാണ് പള്ളിയിലെത്തിയത്. വിശ്വാസികൾ 12 മണിക്ക് തന്നെ പള്ളിയിലെത്തി ദേഹശുദ്ധി വരുത്തി. 1 മണിക്കുള്ള ബാങ്ക് വിളിയോടെ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയുടെ ജുമാ നിസ്കാരത്തിന് തുടക്കമായി. പള്ളി ഖത്തീബ് ആഫിൾ അബു യാസിൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഈ മാസത്തിലെ സവിശേഷതകളെക്കുറിച്ച് അറബി ഭാഷയിൽ സന്ദേശവും നൽകി. തുടർന്ന് നടന്ന കൂട്ടപ്രാർത്ഥനയിൽ കുട്ടികളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജുമാ നിസ്കാരത്തിന് പള്ളി പ്രസിഡന്റ് സൈദൽ വി ഹാജി, സെക്രട്ടറി ഷൗക്കത്ത് അലി സഖാഫി, ട്രഷറർ MK സിദ്ദീഖ് എന്നിവർ നേതൃത്വം നൽകി. جل عن الشبيه والند والنظير والكفر وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله وخليله وصفيه وحبيبه أرسله ربه رحمة للعالمين وحجة على العباد أجمعين بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الهمة وجاهد في سبيل الله حق الجهاد حتى أتاه اليقين صلوات ربي وسلامه على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله. اتقوا الله حق تقواه وافعلوا ما أمركم الله واتقوا. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ആവേശം നുകരാൻ പാലക്കാട്ടും ഫാൻ പാർക്ക് ഒരുങ്ങുന്നു. പാലക്കാട് കോട്ടമൈതാനത്ത് ഫാൻ പാർക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് BCCI പ്രതിനിധി സുമിത് മൽപുക്കാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രേക്ഷകർക്ക് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള അനുഭവം നൽകുന്നതിനായി വലിയ സ്ക്രീനുകളിലൂടെയും തത്സമയ വിശകലനങ്ങളിലൂടെയും കളി കാണാൻ കഴിയും. സ്വന്തം ടീമുകളുടെ കളി നേരിട്ട് കാണും വിധമുള്ള വിരുന്നൊരുക്കി ആരാധകർക്ക് ക്രിക്കറ്റിനോടുള്ള സ്നേഹം പങ്കിടുന്നതിനുള്ള വേദിയുമാകും. 10 ലക്ഷത്തിലധികം ക്രിക്കറ്റ് ആരാധകർ ഇത്തവണ ഫാൻ പാർക്കുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്ന് സുമിത് പറഞ്ഞു. ശനി, ഞായർ ദിവസങ്ങളിലെ മത്സരങ്ങളാണ് കോട്ടമൈതാനത്തെ ഫാൻ പാർക്കിൽ കാണാനാകുക. ശനിയാഴ്ച വൈകിട്ട് 6:30 ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. ഞായറാഴ്ച 2 മത്സരങ്ങൾ ഫാൻ പാർക്കിലൂടെ കാണാൻ കഴിയും. ഉച്ചയ്ക്ക് 2:30 ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരവും തുടർന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരവും നടക്കും. കാണികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. So my name is Sumit Mallapurkar. I work as a senior manager into cricket operations with the BCCI. So talking about the fan park, you have already seen the AV, you have seen the video, exactly what the event is about and how it is carried. So it's a wonderful initiative taken by the BCCI, wherein we go to tier 2, tier 3 cities, and the only motive for us doing fan parks is the fans and the people who cannot go to the stadium to see live cricket. We try to
bring cricket to their city. വാർത്താ സമ്മേളനത്തിൽ KCA അംഗം സിയാവുദ്ദീൻ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ടി അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ ജയലക്ഷ്മി, ഗീത എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അഭാവമാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ വിദ്യാലയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റം വരുത്തുക എന്നതായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ കെട്ടിടം കിഫ്ബി ഫണ്ട് കൊണ്ട് യാഥാർത്ഥ്യമാക്കിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാക്കിയതാണ് 2 കോടി രൂപ. ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഡിസംബറിൽ നമുക്ക് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കണമെന്നാണ് കരുതുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, റഫീഖ്, ബീന ടീച്ചർ, ബാലൻ, കെ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾ നമുക്ക് സന്തോഷപ്പെടുത്തേക്കാൻ സ്കൂളിലെ മുന്നേറ്റത്തിനും നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്കൂളിലേക്കാണല്ലോ ഈ ആവശ്യം ന്യായമായ ആവശ്യമാണ്. അത് ആവശ്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇപ്പോൾ ഏത് സമയം വിളിച്ചാൽ ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ സജീവമായി നടക്കുന്ന ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ബന്ധങ്ങളുണ്ട്. ചെറുകുട്ടിയിൽ ഏത് പരിപാടി നിങ്ങൾ നോക്കിയപ്പോൾ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ഇരിക്കുന്ന ജനപ്രതികൾ, ത്രിതല പഞ്ചായത്തുകളുടെ ജനപ്രതികൾ, നാം ജയിപ്പിച്ച് വിട്ട ജനപ്രതികൾ. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും സയൻസ് ലൈബ്രറി ഉദ്ഘാടനവും സൗഹൃദ കരിയർ ഗൈഡൻസ് പുരസ്കാരങ്ങൾ നേടിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിനുള്ള ആദരവും MLA നിർവഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ജനകീയ വിദ്യാലയം പദ്ധതി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം P. സാബിറ നിർവഹിച്ചു. SRG കൺവീനർ KB രശ്മി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. സുചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM. നൌഫൽ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം PA. യൂസഫ്, വികസന സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷൻ KR. ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ M. ബിന്ദു, വാർഡ് മെമ്പർ താജുന്നീസ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ KV. ഗോവിന്ദൻകുട്ടി, PTA പ്രസിഡന്റ് MA. മുഹമ്മദ് ഹനീഫ, SMC ചെയർമാൻ സബീർ KS, MPTA പ്രസിഡന്റ് K. ചിത്രലേഖ, ഡെപ്യൂട്ടി HM NK. ലീന, സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ്, സ്റ്റാഫ് സെക്രട്ടറി HS. അനസ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M. പ്രീതി സ്വാഗതവും പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലൈബ്രറി കൗൺസിൽ പ്രതിവർഷ നാടകോത്സവത്തിന്റെ 4ാം പതിപ്പ് കോങ്ങാട് നടക്കും. ഇതിനു മുമ്പ് കൊല്ലം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലാണ് നാടക മത്സരം നടന്നിട്ടുള്ളത്. ഏപ്രിൽ 4 രാവിലെ 10:30 നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം വൈശാഖൻ നിർവഹിക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടകരംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും നാടകോത്സവം വേദിയാകും. അനുഭവ സമ്പന്നരും പുതിയ തലമുറയുമാണ് സംവാദത്തിൽ പങ്കെടുക്കുക. ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, പ്രൊഫസർ ഗംഗാധരൻ, കാളിദാസ് പുതുമന, GP രാമചന്ദ്രൻ, KA നന്ദജൻ, G. ദിലീപൻ എന്നിവർ ചർച്ച നയിക്കും. ഏപ്രിൽ 3 വൈകുന്നേരം 5 മണിക്ക് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ നിന്ന് നാടകജ്വാല എന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രയാണം ആരംഭിക്കും. പ്രശസ്ത നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. നാടകോത്സവം ഏപ്രിൽ 4 രാവിലെ 10:30 വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 3 മുതൽ 6 വരെ കോങ്ങാട് പെരിങ്ങോട് ക്ലബ് 5 കൺവെൻഷൻ സെന്ററിലാണ് നാടകോത്സവം നടക്കുകയെന്നും സംഘാടകർ പറഞ്ഞു. കേരളത്തിൻ്റെ സാമൂഹ്യസ്ഥിതി മാറ്റിമറിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നാടകങ്ങൾ ജനിച്ചത് പാലക്കാട്ടാണ്. പാട്ടവാക്കി ഉൾപ്പെടെ പഴയ പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലത്താണ് പാട്ടവാക്കി. അതേപോലെ സ്ത്രീകൾ
പൊതുരംഗത്തേക്ക് വരാൻ മടിക്കുകയും പൊതുരംഗത്ത് വന്നാൽ അപലപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകം സ്ത്രീകൾ എഴുതി, പ്രേതത്ത കല്ലാട്ട് ഉൾപ്പെടെയുള്ളവരെഴുതിയ ആ നാടകം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയും തൊഴിൽ കേന്ദ്ര ആ സ്ഥലവും ലക്കിടിയാണ്. നമ്മളൊന്ന് അവതരിപ്പിക്കപ്പെട്ടതും വലിയ മാറ്റമുണ്ടാക്കിയ നാടകങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഈ പുതിയ കാലഘട്ടം, അതൊരു പഴയ കാലഘട്ടത്തിൻ്റെതാണ്. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കാളിദാസ് പുതുമന എഴുതിയ ഇതിമന്വന്തരം ശുഭം എന്ന നാടകം ഈ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒന്ന്. അത് ഒരു സിനിമ തന്നെ ഈ 4-5 വർഷം മുമ്പ് വന്നു, ആൻഡ്രോയിഡ് കുഞ്ഞിപ്പ. ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച ഇതിമന്വന്തരം ശുഭം എന്ന നാടകം 45 വർഷം മുമ്പ് ഇവിടെ ഒരു കലാസമിതി, കാളിദാസ് പുതുമനയാണ് അത് എഴുതിയത്, നല്ല രീതിയിൽ പാലക്കാട്ട് അവതരിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടകമാണ്. അപ്പോൾ അത്തരമൊരു നാടക ഭൂമികയിലാണ് ഇത്തവണത്തെ 4ാമത് നാടകോത്സവം നടക്കുന്നത് എന്ന പ്രത്യേകത. വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PN മോഹനൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ എന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെ ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്നും ആക്ഷേപം. കൂലി കുടിശ്ശികയും വേതന വർധനവും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ. തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.